മുനമ്പത്ത് ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാന്നാരോ ഒരു ആധികാരികമായി പറഞ്ഞില്ലേ? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചോ? വഖഫ് ഭൂമിയല്ലാന്നത് എന്റെ വണ്ടിയിൽ രേഖകളുണ്ട്, ഞാനത് പ്രഖ്യാപിക്കുന്നു. എനിക്കോ അദ്ദേഹത്തിനോ അങ്ങനെ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടോ? ഇവർക്കൊക്കെ ഒരു പ്രിവിലേജ്, നിങ്ങളുടെ ഒരു മാധ്യമ പരിലാളനം ഉള്ളത് കൊണ്ട് പഠിച്ച് നിങ്ങൾ ആരും ചോദ്യം ചോദിക്കില്ല. നിങ്ങൾ അപ്പം ചോദിക്കേണ്ടത് നിങ്ങളുടെ മുന്നണിയല്ലേ ഞങ്ങൾ മറ്റേ ഗവൺമെന്റ് നികുതി അടയ്ക്കുമ്പോൾ, ഞാൻ പത്രക്കാരോടൊക്കെ അന്നേ പറഞ്ഞു തുടങ്ങുന്നതാ, ഇവിടെ സബ്മിഷൻ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ UDF അല്ലേ? ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കോടതി വിധികളാകെ ഉദ്ധരിച്ചുകൊണ്ട് ഉത്തരവിട്ടത് പാണക്കാട് റഷീദ് അലി തങ്ങളല്ലേ? എന്നിട്ടാണോ ഈ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എങ്ങനെ പ്രശ്നം ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ എന്തോ സംഭവിച്ചു? ഞങ്ങളിത് രാഷ്ട്രീയമോ മറ്റു വിഭജനമോ ഉണ്ടാകരുതെന്ന് കരുതി നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഇപ്പൊ എന്താ പറ്റിയേക്കണേ? ഇപ്പോ രണ്ടാമത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ അവരാണ് ഇപ്പൊ ശരിക്കൊരു നിയന്ത്രണം. നിങ്ങൾ നോക്കി 2001 മുസ്ലിം ലീഗിന് 62 കോൺഗ്രസിന് 62 സീറ്റുണ്ട്. ലീഗിന് എത്ര സീറ്റുണ്ട്? 17 സീറ്റുണ്ട്. 62ഉം 17. ഇപ്പൊ എത്രയാ? 21ഉം 15. കഴിഞ്ഞവണ എത്രയാ? 22ഉം 18. നേരത്തെ എത്രയാ? 62ഉം 17. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ ഈ രണ്ട് പാർട്ടി നിൽക്കുന്നതെന്ന്? ചെറിയ വ്യത്യാസമുള്ള ഒരു തമ്മിൽ. ഇപ്പൊ ലീഗ് നേതൃത്വം ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, പ്രധാനപ്പെട്ട ആളുകൾ, ഇത് വഖഫാണ്. അപ്പൊ പിന്നെ എന്തിനാ വരാപ്പുഴ ബിഷപ്പ് ഹൗസിൽ പോകുമ്പോൾ അവരെന്ത് പറയണമായിരുന്നു? വഖഫാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാൻ പാടില്ല. അത് വിറ്റതാരാ? ലീഗ് തന്നെ അല്ലേ? വിൽപ്പന നടത്തിയതാരാ? KPC സെക്രട്ടറി. നിങ്ങൾ ആരെങ്കിലും എഴുതിയോ KPC സെക്രട്ടറിയാണ് ഇത് 500 രൂപയ്ക്കെല്ലാം ഈ വിൽപ്പന നടത്തിയത് പോളാണെന്നുള്ളത്? എഴുതിയോ? എന്നിട്ട് ഗവൺമെന്റ് ആണ് പ്രശ്നം വിഭജിക്കുക എന്ന് വെച്ചാൽ വഖഫാണെന്ന് അവരെന്നെ പറയുന്നു, അവരെന്നെ വിൽക്കുന്നു. വിൽപ്പന നടത്തുന്ന KPC സെക്രട്ടറി. പാവങ്ങൾ വർഷങ്ങളോളം താമസിച്ചുകൊണ്ടിരിക്കുന്ന 10-600 കുടുംബങ്ങൾ, അവർ താമസിച്ചിരുന്ന സ്ഥലം തന്നെ വില കൊടുത്താ വാങ്ങിച്ചത്. ഞങ്ങൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നോക്കണത്. യഥാർത്ഥത്തിൽ വരാപ്പുഴ ബിഷപ്പ് ഹൗസിൽ പോയത് ആത്മാർത്ഥമാണ്. ഇപ്പൊ എന്ത് പറയണം? ഇനി വഖഫ് ഭൂമിയാണെന്ന് ഇവരെന്നെ പറഞ്ഞ സ്ഥിതിക്ക് വിറ്റാൽ അതിന് പരിഹാരം എന്താ? അതിനാവശ്യമായ പരിഹാരം എന്താണെങ്കിലും അത് ലീഗ് വഹിക്കും എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി. ഇത് വഖഫ് ഭൂമിയാണെന്ന് PT പറഞ്ഞു, ഷാജി പറഞ്ഞിരിക്കുന്നു, ലീഗ് പറഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിൽ വിൽക്കാൻ പാടില്ലാത്തതാണ്. വിറ്റത് അവർ തന്നെ. വിൽപ്പന നടത്തിയത് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അയാൾ. അത് തെറ്റാണ് എന്ന് കാണുമ്പോൾ ഇനി അതിനെന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തു എന്നുകൂടി പറഞ്ഞെങ്കിൽ കറക്റ്റായേനെ. ആത്മാർത്ഥമാണെന്ന് പറയാം, വിഭജനം ഇല്ലായിരിക്കാം. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു ഈ കമ്മീഷൻ വെച്ചേ തെറ്റ് വഹിക്കാൻ. ഇപ്പോ ഉപനേതാവ് എന്താ പറയണത്? കമ്മീഷന്റെ തീരുമാനം വരട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം. എവിടെ നിൽക്കുന്നു നിങ്ങൾ? എവിടെ പ്രതിപക്ഷം നിൽക്കുന്നത്? ഞങ്ങളിത് രാഷ്ട്രീയമായി പറയാതിരിക്കുന്നത് ഈ വിഭജനം ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാ. ഇപ്പൊ ഒരു കമ്മീഷൻ വെച്ചു, ആ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നു. ഇപ്പൊ തന്നെ ഞങ്ങൾ ഈ സ്റ്റേ ചെയ്തെങ്കിലും അതിന് മുമ്പ് തന്നെ തീരുമാനം വന്നല്ലോ. എന്നുവെച്ചാൽ ഇപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വഖഫ് അങ്ങ് തീരുമാനിച്ചാൽ മതി, ഇത് വഖഫ് ബോർഡ് തീരുമാനിച്ചാൽ മതി, ഇത് അങ്ങനെ അല്ല എന്നുള്ളത്. ഞാൻ പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ ചിലർ കൊടുത്തു, വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം. നമ്മൾ പിരിച്ചുവിടണില്ല എന്ന് കരുതാം, ഏതൊരാൾക്കും കോടതി പോവാം. ഇതിനുവേണ്ടി മാത്രമല്ല, ഇപ്പൊ ഇത് വഖഫിൽ നിന്ന് ഒഴിവാക്കി, ഏകപക്ഷീയമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു, ഒഴിവാക്കിച്ചു. പിറ്റേ ദിവസം കോടതി പോവാം. ഈ സങ്കീർണത അല്ലാണ്ട് 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളപ്പോ എല്ലാം പഠിച്ചിട്ടുള്ള ആളാണല്ലോ എന്ന് കരുതി നിങ്ങളൊന്നും ചോദിക്കാതെ വിനീത വിധേയത്വത്തോടുകൂടി അത് തന്നെ പലതവണ കാണിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പരിലാളനം ഞങ്ങൾക്കില്ല. അതാണ് ഒരു സൗകര്യം. ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ചോദ്യം ആരും ചോദിക്കില്ല. ഞാൻ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, നിങ്ങളുടെ ആരെങ്കിലും, ഞാൻ എന്റെ കയ്യിലെല്ലാം ഉണ്ട്, വഖഫ് ഓർഡർ ഉണ്ട്. ആദ്യം പറഞ്ഞു VS ഗവൺമെന്റ് വെച്ച് അവരാണ് നിശ്ചയിച്ചത്. ആ ഓർഡർ കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് അധികാരമില്ല. വഖഫ് ബോർഡിന്റെ മുമ്പിലുള്ള കേസുകൾ നിങ്ങൾ പെട്ടെന്ന് തീർക്കണം. നിങ്ങൾക്ക് മാത്രമാണ് വഖഫ് പ്രോപ്പർട്ടിയാണ് അല്ലയോ എന്ന് തീരുമാനിക്കാൻ നിയമപ്രകാരം അധികാരം. അത് വെച്ചിട്ട് ഹിയർ ചെയ്തിട്ട് പറവൂർ കോടതിയിലെ വിധി, ഹൈക്കോടതി വിധി, ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എല്ലാം പാരഗ്രാഫ് ഉദ്ധരിച്ചിട്ടാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ലീഗിന്റെ നേതാവ് റഷീദ് അലി തങ്ങൾ തീരുമാനിച്ചത്. എന്നിട്ടാണ് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പരിഹരിക്കാന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഗവൺമെന്റ് അത്തരം തർക്കങ്ങളിലല്ല ഇപ്പൊ കേന്ദ്രീകരിക്കുന്നത്. ഞങ്ങൾ അവിടെ ഒരു മുതിർന്ന ഹൈക്കോടതി ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 3 മാസം എന്നാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത്. പരമാവധി വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുന്ന മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവരെങ്ങനെ സംരക്ഷിക്കാം, ഇതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. ടേംസ് ഓഫ് റെഫറൻസ് വളരെ ക്ലിയർ ആണ്. ഇവരുടെ
അവകാശം സംരക്ഷിക്കാൻ നിയമപരമായ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് ഗവൺമെന്റിനെ റെക്കമെൻഡ് ചെയ്യാനാണ്. വെരി സ്പെസിഫിക്, വേറൊന്നുമില്ല. ഈ ഭൂമിയുടെ സ്വഭാവം മനസ്സിലാക്കുക. അവിടെ കാലങ്ങളായി താമസിച്ചിരിക്കുന്ന നിയമപരമായ ബോണോഫൈഡ് ഓക്യുപ്പൻസ്, വളരെ ബോധപൂർവ്വ കൃത്യമായ ടേമാണ് ബോണോഫൈഡ് ഓക്യുപ്പൻസ്, അവരുടെ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. അതിനെന്താ വേണ്ടത്? അത് ശുപാർശ ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുക. മറ്റ് വിവാദങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകേണ്ടതില്ല. സംരംഭക സഭ ആരും മറക്കേണ്ടതില്ല.